കിടങ്ങൂർ ഗവൺമെന്റ് LPV സ്കൂളിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷ സമാപനവും സ്കൂൾ വാർഷികം നിറവ് 2K25 ഉദ്ഘാടനവും മോൻ ജോസഫ് MLA നിർവഹിച്ചു. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആയിരക്കണക്കിന് മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയ സ്കൂൾ കിടങ്ങൂരിന്റെ യശസ് ഉയർത്തിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ TK ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് എന്ന നിലയിൽ മാത്രമല്ല, രാജ്യമെമ്പാടും ഏറ്റവും വിലപ്പെട്ട സേവനം നൽകുന്നവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായി നൽകുന്നത് പത്മശ്രീയാണെങ്കിൽ, കേരളത്തിൽ ആ നിലയിൽ അംഗീകരിക്കപ്പെടുന്ന എല്ലാവർക്കും സംസ്ഥാന തലത്തിൽ ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരം കേരളശ്രീ പുരസ്കാരമാണ്. കേരളത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഡോക്ടർ TK ജയകുമാർ നമ്മുടെ നാട്ടുകാരനായ കിടങ്ങൂർ LPV സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് നമ്മുടെ വിദ്യാലയത്തിന് കൂടി അതൊരു അഭിമാന നിമിഷമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഇവിടെ പൗരാവലിയുടെ പ്രൗഢോജ്വലമായ സ്വീകരണം പ്രിയപ്പെട്ട TK ജയകുമാർ ഡോക്ടർക്ക് നമ്മൾ നേരത്തെ ഇവിടെ നൽകിയുണ്ടായി. ബഹുമാനായ മന്ത്രി VN വാസവൻ അവർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല നിലയിലുള്ള ചടങ്ങുകൾ ഇവിടെ നമുക്ക് ഡോക്ടറെ ആദരിക്കുന്നതിന് വേണ്ടി നേരത്തെ നടത്തുവാൻ കഴിയും. അപ്പൊ ഇതുപോലെ കേരളത്തിൽ ശ്രദ്ധേയരായ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നത് ഇന്ന് പഠിക്കുന്ന മിടുക്കന്മാർക്കും അത് അവർക്ക് പ്രോത്സാഹനമാണ്. അവർക്ക് അതൊരു കരുത്ത് നൽകുന്ന, അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുവാൻ, പഠനകാര്യത്തിൽ പാഠ്യേതരമായ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയോടെ പഠിച്ച് മിടുക്കരാകാൻ ഞങ്ങൾക്കും ഒരു ഭാവിയുണ്ട് എന്ന് തീരുമാനിക്കുവാനും എന്ന് പ്രതീക്ഷിക്കുവാനും പ്രത്യാശയോടെ പഠിക്കുവാനും കുട്ടികൾക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങളാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഭാവി തലമുറ സമൂഹത്തിന് ഗുണകരമാകും വിധം വളരേണ്ടതും അവരെ വളർത്തേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ പറഞ്ഞു. താനടക്കമുള്ളവർ അധ്യാപകരുടെ നല്ല ശിക്ഷണത്തിൽ പഠിച്ചു വളർന്ന് കിടങ്ങൂർ LPV സ്കൂളിലാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒരു പുതിയ തലമുറയെ ഈ നാടിന് വേണ്ടി, ഈ നാടിനെ നിലനിർത്തുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി, ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അതാണ് നമ്മുടെ ടീച്ചർമാർ. അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും ആദരവ് അർഹിക്കുന്നവർ. അതുപോലെ തന്നെ ആ ടീച്ചർമാരുടെ നിയന്ത്രണത്തിൽ, സംരക്ഷണയിൽ നമ്മളുടെ കുട്ടികൾ നമ്മുടെ നാടിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരായിട്ട് വളർന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതേമാതിരിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമുക്കറിയാം, നമ്മളുടെ ബഹുമാനപ്പെട്ട MLA സാർ പറഞ്ഞതുപോലെ സാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പഞ്ചായത്തും എല്ലാം ചേർന്ന് PTA എല്ലാം ചേർന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളല്ല എന്നത് ഒത്തിരിയധികം വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. ആ വ്യത്യാസങ്ങൾ ഈ ജനപ്രതിനിധികളുടെയും PTA-യുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാ നിലപാടുകളും മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അധ്യാപകർ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ആ ശക്തമായ രാജ്യസ്നേഹവും കമ്മിറ്റ്മെൻറ്റും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകളുമാണ്. അത് ഈ പ്രായത്തിലാണ് ഏറ്റവും സാധിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് PG സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഷീന VC സ്വാഗതം ആശംസിച്ചു. കിടങ്ങൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ തോമസ് മാളിയേക്കൽ, ബോബി മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടകൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.